ഹലോ, ഏവർക്കും സ്മാർട്ട് പി സി ഓൺലൈനിലേക്ക് സ്വാഗതം. LDCക്ക് വേണ്ടിയിട്ടുള്ള 33ാമത്തെ ക്ലാസ്സാണിത്. ഓക്കെ, ശരി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സയൻസിൽ നിന്നുള്ള രണ്ടൊന്ന് പ്രീവിയസ് ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ സമുദ്രങ്ങൾ, നമ്മുടെ ഈ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വിവരങ്ങൾ പഠിക്കേണ്ട, നമുക്ക് മഹാസമുദ്രങ്ങളും വൻകരകളും പഠിക്കാറുണ്ട്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യും. പിന്നെ പരീക്ഷയുണ്ട്. പരീക്ഷ വീഡിയോ ലാസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ 32ാമത്തെ ക്ലാസ്സിൻ്റെ പരീക്ഷ നടത്തും. പിന്നെ കഴിഞ്ഞ പരീക്ഷയിൽ നല്ല മാർക്കുള്ള ആൾക്കാരുടെ പേരും വായിക്കും. പിന്നെ നമുക്ക് LDC ബാച്ചുണ്ട്. നമുക്ക് രാവിലെയും വൈകുന്നേരവും LDC ബാച്ചുണ്ട്. സീനിയർ ബാച്ചും ജൂനിയർ ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സീനിയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ബേസ് മാത്രമുള്ള ആളാണ്, നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങിയുള്ളൂ, നിങ്ങൾക്ക് ജൂനിയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ രാവിലെയുണ്ട്, രാത്രിയുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ശരി, ഓക്കെ. ഇവിടെ ഒരു ചോദ്യമാണേ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമുണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. കേട്ടോ, സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമുണ്ടാകുന്ന വാതകമാണ് ഏത്? ഹൈഡ്രജൻ. ഓക്കെ, ഈ ഹൈഡ്രജൻ കേട്ടോ ക്യാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന സംയുക്തം എന്നറിയാവോ? ക്യാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. അതും പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ക്യാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന സംയുക്തമാണ് ഏത്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ക്യാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന സംയുക്തമാണ് ഏത്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഓക്കെ, KMNO4 കേട്ടോ. KMNO4 ആണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഓക്കെ, അപ്പോൾ ക്യാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. ഓക്കെ, ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാ? അതും പ്രീവിയസ് ചോദ്യമാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? സിങ്കും നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമുണ്ടാകുന്ന വാതകം ഏതാ പിള്ളേരെ? അത് ഹൈഡ്രജൻ ആണ്. ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, ക്യാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം ഏതാ? ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഇതിൽ തുടങ്ങും. യായിൽ അവസാനിക്കും. തുടങ്ങി യായിൽ അവസാനിക്കും. അലുമിനിയം അല്ല, അമോണിയ. ഏതാണ്? അലുമിനിയം വാതകമാണ്. അമോണിയ. ഏതാണ്? അമോണിയ. കേട്ടോ, ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകമാണ് ഏത്? അമോണിയ. ഏതാണ്? അമോണിയ. ഓക്കെ, അടുത്ത് വീണ്ടും പ്രീവിയസ് ചോദ്യമാണ്. അമോണിയയുടെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? അമോണിയയുടെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റാണ് നെസ്ലേസ് റീഏജൻറ്റ്. കേട്ടോ, പ്രീവിയസ് ചോദ്യമാണ്. നെസ്ലേസ് റീഏജൻറ്റ്. ഏതാണ്? നെസ്ലേസ് റീഏജൻറ്റ്. അപ്പോൾ അമോണിയയുടെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? നെസ്ലേസ് റീഏജൻറ്റ്. ഏതാണ്? നെസ്ലേസ് റീഏജൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. സിങ്കും നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമുണ്ടാകുന്ന വാതകമാണ് ഏത് പിള്ളേരെ? ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. ഓക്കെ, ക്യാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? ക്യാൻഡി ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാ? ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം ഏതാ? ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകമാണ് ഏത്? അമോണിയ. ഓക്കെ, അമോണിയയുടെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റ് ഏതാണ്? നെസ്ലേസ് റീഏജൻറ്റ്. ഏതാണ്? നെസ്ലേസ് റീഏജൻറ്റ്. പഠിച്ചല്ലോ. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാവേ. ഓക്കെ, എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ദൂരത്തിൻ്റെ യൂണിറ്റാണ്. എന്ത്? പ്രകാശവർഷം. എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? ദൂരത്തിൻ്റെ യൂണിറ്റാണ് എന്ത്? പ്രകാശവർഷം. ഓക്കെ, എന്നാൽ ലാംബർട്ട് എന്തിൻ്റെ യൂണിറ്റാണ്? പ്രകാശ തീവ്രത കാണില്ല. ഡെൻസിറ്റി അല്ല. തിളക്കം എല്ലാം പറഞ്ഞപ്പോൾ തിളക്കം. അപ്പം പിള്ളേർ ലാംബർട്ട് എന്തിൻ്റെ യൂണിറ്റാണ് പിള്ളേരെ? ലാംബർട്ട് തിളക്കത്തിൻ്റെ യൂണിറ്റാണ്. എന്ത്? ലാംബർട്ട് തിളക്കത്തിൻ്റെ യൂണിറ്റാണ് കേട്ടോ. ഓക്കെ, അടുത്ത് ഹെൻറി അല്ല, അവിടുത്തെ ഹെഡ്സാണ്. ഹെൻറി ഇൻഡക്റ്റൻസ്. ഏതാണ്? ഇൻഡക്റ്റൻസ്. ഹെൻറി ഇൻഡക്റ്റൻസ് ആണ് കേട്ടോ.
ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റാണ് ഹെൻറി. ഹെൻറി ഇൻഡക്റ്റൻസ് എഴുതിയല്ലോ. അടുത്ത് ലെക്സ്. ലെക്സ് ലൂമിനൻസ് അല്ല, ഇലൂമിനൻസ്. ഇലൂമിനൻസ്. ഇലൂമിനൻസ് കേട്ടോ, ഇലൂമിനൻസ് ആണ്. ഓക്കെ, അപ്പോൾ 3 പറഞ്ഞപ്പോൾ തിളക്കത്തിൻ്റെ എന്താ? തിളക്കം. തിളക്കം ലാംബർട്ട്. ഏതാണ്? ലാംബർട്ട്. തിളക്കം ലാംബർട്ട്. ഇൻഡക്റ്റൻസ് ഹെൻറിയാണ്. ഹെൻറി. ഇലുമിനൻസ് ഇലുമിനൻസിന്റെ യൂണിറ്റ് എന്താണ് പിള്ളേരെ? ലെക്സ് ആണ് കേട്ടോ. ഇലുമിനൻസിന്റെ യൂണിറ്റ് എന്താണ്? ലെക്സ്. ഓക്കെ, അത് കാന്തിക ഫ്ലെക്സിന്റെ യൂണിറ്റ് എന്തൊക്കെയാ? കാന്തിക ഫ്ലെക്സിന്റെ യൂണിറ്റുകൾ വെബറും മാക്സ്വെല്ലും കേട്ടോ. കാന്തിക ഫ്ലെക്സിന്റെ യൂണിറ്റ് ആണ് വെബറും മാക്സ്വെല്ലുമാണ് കാന്തിക ഫ്ലെക്സിന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ കാന്തിക ഫ്ലെക്സിലെ യൂണിറ്റ്. ഓക്കെ, കാന്തിക ഫ്ലെക്സിന്റെ യൂണിറ്റ് എന്താണ്? വെബറും മാക്സ്വെല്ലും. സുദർശന പോയാ? ഉണ്ടാ? വെബറും മാക്സ്വെല്ലും. ഓക്കെ, അടുത്ത് വൈദ്യുതധാര. വൈദ്യുത പ്രവാഹം ആംബിയർ. വൈദ്യുതധാര അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹം ഏതാണ് പിള്ളേരെ? ആംബിയർ. നമുക്ക് ഇങ്ങനെ ചോദിക്കും, വൈദ്യുതധാര എന്നെടുത്ത് ചോദിക്കും. മനസ്സിലായ സംഭവം? വൈദ്യുത പ്രവാഹമാണ് ചോദിക്കുന്നത്. വൈദ്യുത പ്രവാഹം അല്ലെങ്കിൽ വൈദ്യുതധാര ഏതാണ്? ആംബിയറാണ് യൂണിറ്റ്. യൂണിറ്റ് കേട്ടോ. രണ്ടെണ്ണം കൂടെ. റേഡിയോ ആക്ടിവിറ്റിക്ക് 3 യൂണിറ്റ് ഉണ്ട്. 1 ബെക്കറൽ. ഏതാണ്? 1 ബെക്കറൽ, 2 ക്യൂറി, 3 ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ്. ആ പേരിൽ 2 ശാസ്ത്രജ്ഞന്മാരുണ്ട്. റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡും ഉണ്ട്, ഡാനിയൽ റൂദർഫോർഡും ഉണ്ട്. ഓക്കെ, ഏണസ്റ്റ് റൂദർഫോർഡ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ്. ഓക്കെ, ഡാനിയൽ റൂദർഫോർഡ് നൈട്രജൻ കണ്ടെത്തിയ വ്യക്തിയാണ് ഡാനിയൽ റൂദർഫോർഡ്. നമ്മൾ പഠിക്കും. ഓക്കെ, ശരി. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി യൂണിറ്റിൽ പറഞ്ഞേ ബെക്കറൽ, ക്യൂറി, റൂദർഫോർഡ്. പറ, ബെക്കറൽ, ക്യൂറി, റൂദർഫോർഡ്. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് ഏതൊക്കെയാണ്? ബെക്കറൽ, ക്യൂറി, റൂദർഫോർഡ്. ഇത് 3 എന്ത്? റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റുകൾ. ഓക്കെ, അടുത്ത് ലൂമിനസ് ഫ്ലെക്സ്. ലാസ്റ്റ് ചോദ്യം. ലൂമിനസ് ഫ്ലെക്സിന്റെ യൂണിറ്റ് ചോദ്യം തന്നെ ഉണ്ട്. പ്രകാശ തീവ്രതയാണ് കാൻഡല. ലൂമിനല്ല, ലൂമൻ. അവിടെ ലൂമിനസ് ഫ്ലെക്സിന്റെ യൂണിറ്റ് എന്താണ് പിള്ളേരെ? ലൂമിനസ് ഫ്ലെക്സിന്റെ യൂണിറ്റ് ലൂമൻ. നമുക്ക് എല്ലാം കൂടെ പറ്റണില്ല കേട്ടോ. അതല്ലേ ഇപ്പം മുഖത്ത് വന്നൊരു എക്സ്പ്രഷൻ. ഇപ്പോൾ പഠിക്കും ലൂമിനസ് ഫ്ലെക്സ് എന്താണ്? ലൂമൻ. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കാം പിള്ളേരെ. പറ, തിളക്കം ലാംബർട്ട്. ഏതാണ്? ലാംബർട്ട്. ഇൻഡക്റ്റൻസ് ഹെൻറി. ഓക്കെ, ഇലുമിനൻസ് ലെക്സ്. ഇലുമിനൻസ് ഏതാണ് പിള്ളേരെ? ലെക്സ്. ഓക്കെ, കാന്തിക ഫ്ലെക്സിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാ? വെബറും മാക്സ്വെല്ലും. വൈദ്യുതധാര ആംബിയർ. റേഡിയോ ആക്ടിവിറ്റിക്ക് ബെക്കറൽ, ക്യൂറി, റൂദർഫോർഡ്. ലൂമിനസ് ഫ്ലെക്സ് ഏതാണ്? ലൂമൻ. അപ്പം നമ്മൾ ആദ്യം പഠിച്ച ആ ക്വസ്റ്റ്യൻസും ഇപ്പൊ പഠിച്ച യൂണിറ്റുകളും ഒന്ന് പഠിച്ചേ. സൂര്യ തോസിട്ടെ. അവിടെ അതുല്യ സിങ്കും നേരത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ചേർത്ത് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ഓക്കെ, അവിടെ ക്യാൻഡി ഫ്ലൂയിഡ് പറഞ്ഞ ആര്യ? പൊട്ടാസ്യം പെർമാനേറ്റ് ചൂടാക്കുമ്പോൾ എന്തിട്ട് രശ്മി? ഓക്സിജൻ. ക്ലോറിൻ. അവിടെ ആൻസി, ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധി ഉപയോഗിക്കുന്ന വാതകം ഏതാ? അമോണിയ. അവിടെ തസ്നി, അമോണിയയുടെ സാന്നിധ്യം പറയാനുള്ള ടെസ്റ്റ് ഏതാ? നെസ്ലേസ് റീഏജന്റ്. ഓക്കെ, ഇവിടെ രേഷ്മാർസി എന്തിൻ്റെ യൂണിറ്റാണ്? പ്രകാശവർഷം, ദൂരം. ഓക്കെ, ഇവിടെ അർച്ചന, തിളക്കത്തിൻ്റെ യൂണിറ്റ് എന്താ? ലാംബർട്ട്. ഇവിടെ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? ഇൻഡക്റ്റൻസ് എന്തിൻ്റെ യൂണിറ്റാണ്? സോറി ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താ? ഹെൻറി. ഓക്കെ, ഇലുമിനൻസിൻ്റെ യൂണിറ്റ് എന്താ? ലെക്സ്. ഓക്കെ, കാന്തിക ഫ്ലെക്സ് വെബർ മാക്സ്വെല്ലും. വൈദ്യുതധാര ആംബിയർ. റേഡിയോ ആക്ടിവിറ്റി ബെക്കറൽ, ക്യൂറി, റൂദർഫോർഡ്. ലൂമിനസ് ഫ്ലെക്സ് പറഞ്ഞേ. ലൂമൻ. കൊള്ളാം, നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. മിടുക്കരായ കുട്ടികളാണ് നിങ്ങളത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശരി. അടുത്ത ചോദ്യം എളുപ്പമുള്ള ചോദ്യമാണ് പിള്ളേരെ. 66 ചോദ്യം നമ്പർ 66. സോറി, എൻ്റെ ഏതൊരു കിളി ഏതൊഴുകി പോയിട്ടുണ്ട്. ഓക്കെ, ചേരുമ്പടി ചേർത്ത് പറയണം.
ഓക്കെ. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ തന്നിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഓക്കെ, നിങ്ങൾ ശരിയാണെങ്കിൽ ശരിയെന്ന് പറയണം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഷെറ്റാണ് പറഞ്ഞത്. ഒരു ഷെറ്റ് പറഞ്ഞാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ശരിയോ തെറ്റോ? തെറ്റാണ്. കാരണം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരത്താണ്. അപ്പോൾ അത് തെറ്റാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യത്താണ് ഉള്ളത്. അത് തെറ്റാണ്. അപ്പം ഓക്കെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. അത് ശരിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോട് ശരിയാണ്. ഓക്കെ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. തെറ്റാണ്. അതെന്താണ്? തെറ്റാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാ? കാസർഗോഡാണ്. അടുത്ത കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ. ശരിയാണ്. കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ എന്താണ്? ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ശരി? ഒന്ന് ശരിയാണോ? അല്ല, ഒന്ന് തെറ്റാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം. ഇവിടെ കൊടുത്തിരിക്കുന്നത് കാസർഗോഡ്. അത് തെറ്റാണ്. ഓക്കെ. രണ്ടാമത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച്, അത് കോഴിക്കോട് തന്നെ. അപ്പോൾ അതെന്താണ്? ശരിയാണ്. മൂന്നാമത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം അമ്പലവേല്, അല്ല ശ്രീകാര്യം തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം അതെവിടെയാണ്? തോട്ടവിള കാസർഗോഡും കിഴങ്ങുവിള ശ്രീകാര്യം തിരുവനന്തപുരമാണ്. അങ്ങോട്ട് മാറ്റി തിരിച്ചും കൊടുത്തിരിക്കുകയാണ്. ലാസ്റ്റ് കേരള കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി തൃശ്ശൂർ. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. 2-3 പ്രേയർ ചോദ്യങ്ങൾ. ഓക്കെ, ശരി. ചോദിക്കാൻ പോവുകയാണ്. ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുമ്പൂർ മൊഴിയല്ല. ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് ആർക്കും അറിയാം? പൂക്കോളല്ല, മാട്ടുപ്പെട്ടിയല്ല. പക്ഷെ മായിത്രാണ പേരാണ്. മട്ടന്നൂരാ? മാഹിത്രാണ പേരാണ്. സുനിൽ ബോസിലെ ഇവിടെ കണ്ടുപിടിച്ചേട്ടെ. ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് മായന്നൂര്. തിരുവനന്തപുരത്തല്ല, തൃശ്ശൂരാണ്. മണ്ണുത്തി. ഗൂഗിൾ നോക്കി കിട്ടിയാണോ? ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് മണ്ണുത്തി തൃശ്ശൂർ. ഓക്കെ. ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് മണ്ണുത്തി തൃശ്ശൂർ. അടുത്ത അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ. അല്ല, ഒരു സിനിമയൊക്കെ ഉണ്ട് ആ പേരിൽ, ആ സ്ഥലത്തിന്റെ പേരിലൊരു ഒരാൾ കാരണമാണ് ആ സ്ഥലത്തെ കുറിച്ച് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്നത്. ചാലക്കുടി തൃശ്ശൂർ. കലാഭവൻ മണിയുടെ സ്ഥലം കേട്ടാ. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി തൃശ്ശൂർ. ഓക്കെ. ലാസ്റ്റ്, ഇത് തെറ്റാതെ പറയുന്നവർക്ക് കൃത്യം 50 രൂപ ക്യാഷ് പ്രൈസ് എന്തെങ്കിലും ലഭിക്കും. ഓക്കെ. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ട്രിവാൻഡ്രത്താണ്. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അല്ല. ആ സ്ഥലത്തിന്റെ പേരിൽ, അതായത് 2 സ്ഥലങ്ങളുണ്ട്. ഒന്നൊരു വലുതും ഒന്നൊരു ചെറുതും. തോറ്റാ? ചെറിയ മതി. ഇനി പറയണ്ട. ഞാൻ ഇത്ര ക്ലൂ വന്നു. കൊച്ചുവേളിയുമുണ്ട്, കൊച്ചുവേളിയുമുണ്ട്. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടാ. സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചുവേളിയാണ്. നിങ്ങൾക്ക് 3 സ്ഥലങ്ങളുടെ പേര് ഇപ്പോൾ ഓർമ്മ കാണും. പക്ഷെ ഇത് സാധനം പഠിച്ചു വയ്ക്കണം. മണ്ണുത്തി ഏതാണ്? ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ്. ഓക്കെ. അടുത്ത് ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ. ഏതാണ്? അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ. ഓക്കെ. കൊച്ചുവേളിയിൽ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതാണ് ഇവിടെ ഉള്ളത്, കൊച്ചുവേളിയിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ പിള്ളേരെ? ഓക്കെ, ശരി. അപ്പോൾ അത്രയും കൂടെ ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഭാഗത്തേക്ക് പോകാം. അവിടെ സുദർശന കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെ? തിരുവനന്തപുരം. അവിടെ സൗമ്യ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെ? കാസർഗോഡ്. കൊല്ലി ഞാൻ കോഴിക്കോട്. അവിടെ തസ്മി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെ? തോട്ടവിള ഗവേഷണ കേന്ദ്രം ശരി സാർ.
കാസർഗോഡ്. ഓക്കെ, അടുത്ത് കേരള കാർഷിക സർവകലാശാല എവിടെ? മണ്ണുത്തി, തൃശ്ശൂർ. ഓക്കെ, ജിതിനെ ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി കോളേജ് മണ്ണുത്തി. ഓക്കെ, സുമിനെ ചാലക്കുടിയുള്ള എന്താണ്? അഗ്രോണമിക് അസോസിയേഷൻ. ഓക്കെ, ഇവിടെ ഇരുന്നടുത്ത് കഴിച്ച് പോയാ അതിന് നീയാണ് പറയാനുള്ളത്. കൊച്ചുവേളിയുള്ള എന്താണ്? കൊച്ചുവേളിയിൽ സ്റ്റേറ്റ് അഗ്രികൾച്ചർ. ഇനി പറ. സ്റ്റേറ്റ് അഗ്രികൾച്ചർ അങ്ങനത്തെ ഒരു റിസർച്ച് അതുപോലത്തെ ഒരു സാധനം. പറഞ്ഞ സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്റ്റേറ്റ് അഗ്രികൾച്ചർ മാനേജ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ശരി. അപ്പം നമുക്കിനി അടുത്ത് സമുദ്രങ്ങളെക്കുറിച്ച് കുറച്ച് പഠിക്കാം. ഓക്കെ, ശരി സുനെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജോഗ്രഫിയിലെ ഒരു സംഭവത്തെക്കുറിച്ചാണ്. മഹാസമുദ്രങ്ങൾ. മഹാസമുദ്രങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. മഹാസമുദ്രങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? വളരെ മോഹൻലാലിൻ്റെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ല, മഹാസമുദ്രങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ 71% എന്താണ്ടാ? ഭൂമിയുടെ 71% ജലമാണ്. 71%, അതായത് എത്ര ഭാഗം? 2/3 എന്താണ്? ജലമാണ് കേട്ടോ. ഓക്കെ, ഭൂമിയിലുള്ള ആകെ ജലത്തിന്റെ ബഹുഭൂരിഭാഗവും എന്താണ്? സമുദ്രജലമാണ്. എന്താണ്? സമുദ്രജലമാണ്. ഓക്കെ, അതായത് 96.5%. എത്രയാണ്? 96.5% സമുദ്രജലവും 3.5% എന്താണ്? ശുദ്ധജലവുമാണ്. ഓക്കെ, ശുദ്ധജലം ഹിമാനികളിലും ഹിമപാളികളിലും ഭൂഗർഭ ജലസ്രോതസ്സുകളിലും തടാകങ്ങളിലും മണ്ണിലും അന്തരീക്ഷത്തിലും അരുവികളിലും ജീവജാലങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ശുദ്ധജലം എവിടെയൊക്കെ ഉണ്ട്? ഹിമാനികളിലുണ്ട്, ഹിമപാളികളിലുണ്ട്, ഹിമപാളികളുണ്ട്. പിന്നെ ഭൂഗർഭ ജലസ്രോതസ്സുകൾ, അതായത് നമ്മുടെ കുളം, കിണർ, അതിലൊക്കെ ഉണ്ട്. പിന്നെ തടാകങ്ങളിലുണ്ട്. പിന്നെ മണ്ണിലും എന്തുണ്ട്? ജലമുണ്ട്. അന്തരീക്ഷത്തിൽ ജലമുണ്ടോ? അന്തരീക്ഷത്തിലുണ്ട്. അരുവികളിൽ ഉണ്ട്. ജീവജാലങ്ങളിലുണ്ടോ? നമ്മുടെ ശരീരത്തിലും ജലമുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ആയിട്ടാണ് ശുദ്ധജലം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓഷ്യാനോഗ്രാഫി. എന്താണ്? ഓഷ്യാനോഗ്രാഫി. പറ. അപ്പൊ സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ് വളരെ? ഓഷ്യാനോഗ്രാഫി. എന്നാൽ എന്താണ് തലാസോഗ്രാഫി? തലാസോഗ്രാഫി എന്താ? തലാസോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിനെ കുറിച്ചുള്ള പഠനം. എന്താണ്? കടലിനെ കുറിച്ചുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, സമുദ്രവും കടലും ഒന്നല്ലേ? അല്ല, സമുദ്രം കടലും ഒന്നല്ല, രണ്ടാണ്. അതായത് ഈ സമുദ്രങ്ങളുടെ ഈ കടലിനോട് ചേർന്ന ഭാഗമാണ് എന്ത്? കരയോട് ചേർന്ന ഭാഗമാണ് എന്ത്? കടൽ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളെ ശരീരത്തിൽ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് നമ്മൾ പറയുന്ന പേരെന്താ? തലയെന്നല്ലേ പറയുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ഇതിനെ പറയുന്ന പേരെന്താ? ഇപ്പം ഇത് നമ്മുടെ ശരീരത്തിന് ഓരോ ഭാഗത്തും ഓരോ പേരില്ലേ? ഇത് നമ്മുടെ കൈ, തല, കേട്ടാ, കാല്, അങ്ങനെ ഓരോ പേരില്ലേ? അതുപോലെ തന്നെ സമുദ്രങ്ങളിൽ കരയോട് ചേർന്നുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? കടൽ. എന്താണ്? കടൽ. അപ്പൊ കടലിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? തലാസോഗ്രഫി. എന്താണ്? തലാസോഗ്രഫി. ഓക്കെ, തലാസോഗ്രഫി. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 3 വശവും വെള്ളമാണെങ്കിൽ ആ കരഭാഗത്തെ പറയുന്നത് ഉപദ്വീപ് എന്നാണ്. 3 വശവും ജലത്തെ ചുറ്റപ്പെട്ട കരഭാഗത്തെ ഉപദ്വീപ് എന്ന് പറയും. അതുപോലെ തന്നെ 3 വശവും കരയായിട്ടുള്ള സമുദ്രഭാഗത്തെ എന്ന് പറയും? ദ്വീപ് എന്ന് ഞാൻ ഇപ്പം നോക്കി. ഉൾക്കടൽ. 3 വശം വെള്ളം, നടുക്കൊരു കരഭാഗം, അതിന് നമ്മൾ എന്തെന്ന് പറയും? ഉപദ്വീപ് എന്ന് പറയും. ഇത് 3 വശം കര, ഇപ്പോഴത്തെ സമുദ്രഭാഗം, അത് നമ്മൾ എന്താ പറയും? ഉൾക്കടൽ എന്ന് പറയും. ഉൾക്കടൽ. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം കേട്ടോ. പിന്നെ 2 ഇടുങ്ങിയ കരഭാഗത്തിനിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് 2 ഇടുങ്ങിയ കരഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? കടലിടുക്ക്. എന്താണ്? കടലിടുക്ക്. ഓക്കെ, ശരി. അപ്പൊ അന്താരാഷ്ട്ര സമുദ്ര വർഷം ഏതാണ്? അന്താരാഷ്ട്ര സമുദ്ര വർഷം 1998. അന്താരാഷ്ട്ര സമുദ്ര വർഷം ഏതാണ്? 1998. ഓക്കെ, അന്താരാഷ്ട്ര സമുദ്ര ദിനം ഏതാണ്? ജൂൺ 8. എന്താണ്? ജൂൺ 8. അപ്പം 98 എന്ത്? സമുദ്ര വർഷം. ജൂൺ 8 എന്ത്? സമുദ്ര ദിനം. സമുദ്ര ദിനം. ജൂൺ 5 എന്താണ്? ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. നമ്മളിങ്ങനെ വളർത്താൽ മതി. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പരിസ്ഥിതിയൊക്കെ വൃത്തിയാക്കില്ലേ? അതെല്ലാം കൂടെ നമ്മൾ തൂക്കിയെടുത്ത് 3 ദിവസം കഴിയുമ്പോൾ കൊണ്ട് കളയും. സമുദ്രത്തിൽ കൊണ്ട് കളയും. അപ്പോൾ ജൂൺ 5 പരിസ്ഥിതി ദിനം. ജൂൺ 8 എന്താണ്? സമുദ്ര ദിനം. ഓക്കെ, 2023 ലോക സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്?
2023 ലോക സമുദ്രദിനത്തിന്റെ പ്രമേയം ഇങ്ങനെയാണ്: പ്ലാനറ്റ് ഓഷ്യൻ. എന്താണ്? പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. ടൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? തിരമാലകൾ. അപ്പോൾ പ്ലാനറ്റ് ഓഷ്യൻ രണ്ട് കുത്തിട്ടിട്ട് ടൈഡ്സ് ആർ ചേഞ്ചിങ്. ടൈഡ്സ് ആർ ചേഞ്ചിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സമുദ്രങ്ങൾ ഇപ്പോൾ എത്ര സമുദ്രം ഉണ്ടോ? 5 മഹാസമുദ്രങ്ങളുണ്ട്. എത്ര ഉണ്ട് പിള്ളേരെ? 5 മഹാസമുദ്രങ്ങളുണ്ട്. പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, അതുപോലെ സദേൺ ഓഷ്യൻ, അതായത് അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, അങ്ങനെ 5 എണ്ണം ഉണ്ട്. ഓക്കെ, ഈ 5 സമുദ്രങ്ങളും രൂപം കൊണ്ടിരിക്കുന്നത് ഒരു സമുദ്രത്തിൽ നിന്നാണ്. ഏതാണത്? പന്തലാസ. ഏതാണ്? പന്തലാസ. അപ്പൊ സമുദ്രങ്ങൾ ഏത് മഹാസമുദ്രത്തിൽ നിന്നാണ് ഉടലെടുത്തിരിക്കുന്നത്? പന്തലാസ. ഏതാണ്? പന്തലാസ. സമുദ്രജലത്തിന്റെ ശരാശരി ഊഷ്മാവ്, പ്രീവിയസ് ചോദ്യമാണ്, എത്രയാണ്? സമുദ്രജലത്തിന്റെ ശരാശരി ഊഷ്മാവ് 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 17 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 17. ഓക്കെ, അപ്പം ഭൂമിയിലെ ആകെ ജലത്തിന്റെ ബഹുഭൂരിഭാഗവും, അതായത് നമ്മുടെ ഭൂമിയുടെ 71% ജലമാണ്. ഓക്കെ, അതായത് 2/3 ഭാഗം ജലമാണ്. അതിൽ ജലത്തിൽ തന്നെ 96.5 സമുദ്രജലം. ഓക്കെ, 3.5 ശുദ്ധജലമാണ്. ശുദ്ധജലം ഹിമാനികളിലും ഹിമപാളികളിലും ഭൂഗർഭ ജലസ്രോതസ്സുകളിലും തടാകങ്ങളിലും അരുവികളിലും മണ്ണിലും അന്തരീക്ഷത്തിലും ജന്തുജാലങ്ങളിലുമായി എന്ത് സ്ഥിതി ചെയ്യുന്നു? ശുദ്ധജലം സ്ഥിതി ചെയ്യുന്നു. സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം ഓഷ്യനോഗ്രാഫി. ഓക്കെ, കടലിനെ കുറിച്ചുള്ള പഠനമാണ് തലാസോഗ്രാഫി. എന്താണ്? തലാസോഗ്രാഫി. കടലും സമുദ്രവും തമ്മിലുള്ള ബന്ധം എന്താ? അല്ല, വ്യത്യാസം എന്താ? കരയോട് ചേർന്ന് വരുന്ന സമുദ്രഭാഗമാണ് കടൽ. ഓക്കെ, 3 വർഷവും കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം ഉൾക്കടൽ. ഓക്കെ, 2 ഇടുങ്ങിയ കരഭാഗങ്ങൾക്കിടയിലെ സമുദ്രം കടലിടുക്ക്. ഓക്കെ, അന്താരാഷ്ട്ര സമുദ്ര ദിനം ഏതാണ്? ജൂൺ 8. സമുദ്ര വർഷം ഏതാണ്? 98. 2023 സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാനറ്റ് ഓഷ്യൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. സമുദ്രങ്ങൾ ഏത് മഹാസമുദ്രത്തിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത്? പന്തലാസ. ഓക്കെ, സമുദ്രത്തിന്റെ ശരാശരി താപനില എത്രയാണ്? 17 ഡിഗ്രി സെൽഷ്യസ്. സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാ? എക്കോ സൗണ്ടർ. ഏതാണ്? എക്കോ സൗണ്ടർ, സോണാർ, ഫാത്തോമീറ്റർ. കേട്ടാ, സമുദ്രത്തിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഏതൊക്കെ? എക്കോ സൗണ്ടർ, സോണാർ, ഫാത്തോമീറ്റർ. എക്കോ സൗണ്ടർ, സോണാർ, ഫാത്തോമീറ്റർ. ഓക്കെ, നീ കടൽ കണ്ടിട്ടുണ്ടോ? ഏത് കടലാണ് കണ്ടിട്ടുള്ളത്? അറബിക്കടൽ. എവിടെ പോയപ്പോഴും? നീ പോയിട്ടുണ്ടോ അവിടെയൊക്കെ? അപ്പൊ അവൻ 2 കടലും കണ്ടിട്ടുണ്ട്. നീയാ? ശംഖുമുഖം കടൽ. എടി, നമുക്ക് 2 കടലിലെ ഇന്ത്യയിൽ ബന്ധപ്പെട്ടുള്ളൂ, അറബിക്കടലും ബംഗാൾ ഉൾക്കടലും. നീ ശംഖുമുഖം കടൽ കണ്ടല്ലേ? നമ്മൾ ഈ കേരളത്തിൽ നമ്മൾ കാണുന്ന കടൽ ഏതാണ്? അത് അറബിക്കടലാണ്. കേരളത്തിൽ നമ്മൾ കാണുന്നത് അറബിക്കടലാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ഏത് സ്ഥലത്ത് നിന്ന് കണ്ടാലും, ഇപ്പൊ ഈ ഇദ്ദേഹം പറഞ്ഞിടക്ക് ശംഖുമുഖമായാലും ഇനി അടുത്ത് ആലപ്പുഴ ആയാലും കൊല്ലമായാലും നിങ്ങൾ കാണുന്ന കടൽ ഏതാണ്? അറബിക്കടലാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞിടക്ക് നമ്മൾ ഒഡീഷ, ബംഗാൾ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കന്യാകുമാരിയിൽ നമുക്ക് സംഗമം ഉണ്ടെന്നാണ് പറയുന്നത്. 2, അതായത് ഈ 3 കൂടെ, അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗങ്ങളും ഈ പറയുന്ന ബംഗാൾ ഉൾക്കടലും അറബിക്കടലും സംഗമിക്കുന്നത് എവിടെന്നാണ് പറയുന്നത്? കന്യാകുമാരി ഇതാണ്. പക്ഷെ നമുക്ക് കേരളത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ? അറബിക്കടൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കന്യാകുമാരി എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നമ്മൾ പോണത് ഈ ത്രിവേണി സംഗമം, അതായത് 3 സംഗമിക്കുന്ന സ്ഥലമാണത്. ഓക്കെ, അതായത് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ അത്ര ഓർത്ത് വെച്ചോണം കേട്ടാ. ശരി, അപ്പോൾ കേരളം ആയിട്ട് അതിർത്തി പങ്കിടുന്ന കടൽ ഏതാണ്? അറബിക്കടൽ. നിങ്ങൾക്ക് ശംഖുവും കടൽ കേട്ടാ. ഓക്കെ, അപ്പോൾ ആഴളക്കുന്ന ഉപകരണങ്ങൾ പറയടാ. ഫാത്തോമീറ്റർ, എക്കോ സൗണ്ടർ, സോണാർ. കേട്ടാ, ഫാത്തോമീറ്റർ, എക്കോ സൗണ്ടർ, സോണാർ. ഇയാൾ ഏതൊക്കെ കടൽ കണ്ടിട്ടുണ്ട്? അറബിക്കടൽ. വേറെ അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അല്ലാതെ വേറെ ഏതെങ്കിലും കടൽ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. പെരിയാർ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പെരിയാർ നീ കണ്ടിട്ടുള്ളൂ? നമ്മൾ ഈ എറണാകുളം ഭാഗത്തോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പെരിയാർ കണ്ടു കാണാം. ഓക്കെ, പെരിയാർ ഒഴുകുന്നത് ഏതൊക്കെയാണ്? ഇടുക്കി, എറണാകുളം. ആലുവ സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. ഓക്കെ, ആലുവ. ആലുവയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇദ്ദേഹത്തിന്റെ ഒരു കഥ ഉണ്ട്, പറയണോ അത്? വേണ്ട പറയുന്നില്ല. ഓക്കെ, ശരി, അപ്പൊ അത്രയും മനസ്സിലായല്ലോ പിള്ളേരെ. ഇനി നമുക്ക് സമുദ്രത്തിലെ അളവുകൾ നോക്കാം. സമുദ്രത്തിൽ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാ? നോട്ടിക്കൽ മൈൽ. ഏതാണ്? നോട്ടിക്കൽ മൈൽ. കേട്ടോ, നോട്ടിക്കൽ മൈൽ. സമുദ്രത്തിൽ ദൂരം അളക്കുന്ന യൂണിറ്റ് ഒന്ന് പൗസ് ചെയ്തേ.
അപ്പൊ സമുദ്രത്തിൽ ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? പറ പിള്ളേരെ അങ്ങോട്ട്. നോട്ടിക്കൽ മൈൽ. എന്താണ് നോട്ടിക്കൽ മൈൽ? ഒരു നോട്ടിക്കൽ മൈൽ എത്രയാണ്? 1.852. 1.852. ഓക്കെ. 1.609 ഉണ്ട്. അതെന്താണ്? അതൊരു മൈലാണ്. ഒരു മൈൽ എന്ന് വെച്ചാൽ 1.609 കേട്ടോ. 1.609 കിലോമീറ്റർ ആണ് ഒരു മൈൽ. എന്താണ് ഒരു മൈൽ? ഒരു മൈൽ 1.609 കിലോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ നോട്ടിൽ 8 ഓർത്താൽ മതി. നോട്ടിൽ 8 അതായത് 1.852. 1.852. അപ്പോൾ നോട്ടിക്കൽ മൈൽ 1.852. മൈലാകുമ്പോൾ 1.609. ഓക്കെ, ശരി. സമുദ്രത്തിൽ ആഴമിളക്കുന്ന, നമ്മൾ ദൂരം അളക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ പറഞ്ഞത്. ദൂരം അളക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈൽ. എന്നാൽ സമുദ്രത്തിൽ ആഴമിളക്കുന്ന യൂണിറ്റ് ഏതാ? സമുദ്രത്തിൽ ആഴമിളക്കുന്ന യൂണിറ്റ് ഫാത്തമാണ്. ഏതാണ് പിള്ളേരെ? ഫാത്തം. ഓക്കെ. ഒരു ഫാത്തം എത്രയെന്നറിയോ? ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടിയാണ്. അതായത് എത്ര മീറ്റർ ആണ്? എത്ര മീറ്റർ വരും? 18 മീറ്റർ. 1.8 മീറ്റർ. എത്രയാണ്? 1.8 മീറ്റർ കേട്ടോ. ഒരു ഫാത്തം എന്ന് പറഞ്ഞാൽ 6 അടി. അത് എത്ര മീറ്റർ ആണ്? 1.8 മീറ്റർ. കപ്പലിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് എന്താ? നോട്ട്. കപ്പലിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ് പിള്ളേരെ? നോട്ടാണ്. ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ. ഓക്കെ ആണല്ലോ. സോ ഒരു നോട്ട് എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റർ. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. ശരി. അപ്പോൾ തീരപ്രദേശത്ത് നിന്നും എത്ര നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഓരോ രാജ്യത്തിൻ്റെയും സ്വന്തമായി അവകാശപ്പെടാവുന്നത്? 12 അല്ല, അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. 200 നോട്ടിക്കൽ മൈൽ. എത്രയാണ്? 200 നോട്ടിക്കൽ മൈൽ കേട്ടോ. അപ്പോൾ തീരപ്രദേശത്ത് നിന്നും എത്ര നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഓരോ രാജ്യത്തിൻ്റെയും സ്വന്തമായി അവകാശപ്പെടാവുന്നത്? 200 നോട്ടിക്കൽ മൈൽ. എത്രയാണ്? 200 നോട്ടിക്കൽ മൈൽ. അതായത് നമുക്ക് നമ്മുടെ തീരദേശത്ത് നിന്ന് ഒരാൾ 200 നോട്ടിക്കൽ ദൂരം വരെ പോയി എന്ത് ചെയ്യാം? മത്സ്യബന്ധനം കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം പോകുമ്പോൾ നമ്മുടെ സമുദ്രാടത്തി എന്ത് ചെയ്യും? കഴിയും. ക്ലിയർ ആണല്ലോ? ശരി. അപ്പോൾ ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. സമുദ്രത്തിൻ്റെ ശരാശരി ഊഷ്മാവ് എത്രയാ? 17. ആഴമിളക്കം ഉപയോഗിക്കുന്ന യൂണിറ്റ് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? എക്കോ സൗണ്ടർ, ഫാത്തോമീറ്റർ, സോണാർ. ഓക്കെ. സമുദ്രത്തിലെ അളവുകൾ. സമുദ്രത്തിൻ്റെ ദൂരം അളക്കുന്നത് നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എത്രയാ? 1.852 കിലോമീറ്റർ. സമുദ്രത്തിൽ ആഴമിളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫാത്തം. ഒരു ഫാത്തം എത്രയാണ്? 6 അടി. അതായത് 1.8 മീറ്റർ. ഓക്കെ. കപ്പലിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് നോട്ട്. നോട്ട് എന്ന് പറയുന്നത് ഒരു നോട്ട് എന്ന് വെച്ചാൽ 1.852 കിലോമീറ്റർ. ഓക്കെ. അടുത്ത് തീരപ്രദേശത്തു നിന്നും എത്ര നോട്ടിക്കൽ മൈൽ ദൂരമാണ് ഓരോ രാജ്യത്തിനും സ്വന്തമായി അവകാശപ്പെടാവുന്നത്? 200 നോട്ടിക്കൽ മൈൽ. 200 നോട്ടിക്കൽ മൈൽ. ഇത്ര പഠിച്ചേ. പറടാ, എത്ര ശതമാനം സമുദ്രജലം? 71%. ആകെ ജലത്തിൽ എത്ര ശതമാനം വന്ന്? 96.5. ശുദ്ധജലം എത്ര? 3.5. ശുദ്ധജലം എവിടെയൊക്കെ ഉണ്ട്? പറ. ശുദ്ധജലം ഹിമാനിയിലുണ്ട്. നമ്മള് ജീവജലങ്ങളുണ്ട്. പിന്നെ ഈ അന്തരീക്ഷത്തിലുണ്ട്. പിന്നെ എവിടെയൊക്കെ ഉണ്ട്? എവിടെയൊക്കെ ഉണ്ട്? ഭൂഗർഭം, ഹിമപാളികള്, അരുവികള്, തടാകങ്ങള്. നിന്റെ കണ്ണിൽ പോലും ഉണ്ട്. കണ്ണിലുള്ള ശുദ്ധജലമാണോ? എന്റെ ശരീരം ശുദ്ധമാണ്. ശരീരം ശുദ്ധം, തല മൊത്തം ദുഷിപ്പും. ഓക്കെ. സമുദ്രങ്ങളെ കുറിച്ചുള്ള പഠനം പറഞ്ഞേ ഷമീം. ഓഷ്യനോഗ്രാഫി. കടലിനെ കുറിച്ചുള്ള പഠനം പറഞ്ഞേ സുമിനെ. സമുദ്രവും കടലും നല്ല വ്യത്യാസം എന്താ? കരയോട് ചേർന്നുള്ള സമുദ്ര ഭാഗമാണ് ഏത്? കടൽ. ഓക്കെ, ശരി. ഈ എന്താണ് കടലിടുക്ക്? അവിടെ സുദർശനം പറഞ്ഞേ. സമുദ്രം എങ്ങോട്ട് കയറിപ്പോയി? 2 ഇടുങ്ങിയ കരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് കടലിടുക്ക്. ഓക്കെ, ശരി. എന്താണ് ഉൾക്കടൽ? 3 വർഷം കരയായിട്ടുള്ള സമുദ്രങ്ങളാണ് ഉൾക്കടൽ എന്ന് പറയുന്നത്. ഓക്കെ. അവിടെ അന്താരാഷ്ട്ര സമുദ്ര ദിനം തസ്നി പറഞ്ഞേ. ജൂൺ 8. 2023 സമുദ്രത്തിന്റെ പ്രമേയം പറഞ്ഞേ. പ്ലാനറ്റ് ഓഷൻ ടൈഡ്സ് ആർ ചേഞ്ചിങ്. ഓക്കെ. ഇവിടെ ഏത് വർഷമാണ് സമുദ്രവർഷമേ ആചരിച്ചത്? 1998. ഓക്കെ. ഈ സമുദ്രങ്ങൾ ഏത് മഹാസമുദ്രത്തിൽ നിന്നാണ് ഉടലെടുത്തിട്ടുള്ളത്? ഓക്കെ. ശരാശരി താപനില എത്രയാണ്? 17 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ ഈ സമുദ്രത്തിന്റെ ആഴളക്കം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെ പറഞ്ഞേ. എക്കോ സൗണ്ടർ, ഫാത്തോമീറ്റർ, സോണാർ. സമുദ്രത്തിന്റെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാ? നോട്ടിക്കൽ മൈൽ. ഒരു നോട്ടിക്കൽ മൈൽ എത്രയാണ്? 1.852 മീറ്റർ. കിലോമീറ്റർ. മോനെ, ഒരു മൈൽ എത്ര?
1.609 കിലോമീറ്റർ. സമുദ്രത്തിൽ ആഴം നടക്കുന്ന യൂണിറ്റ് ഫാത്തം. ഒരു ഫാത്തം ഷാമി, ഒരു ഫാത്തം എത്ര? 6 അടി. എത്ര മീറ്റർ? 1.8 മീറ്റർ. കപ്പലുടെ വേഗത നടക്കുന്ന യൂണിറ്റ് എന്താ? നോട്ട്. ഓക്കെ, നോട്ട് എന്ന് വെച്ചാൽ 1.852. ഓക്കെ, നമുക്ക് ഇനി ഇതിൽ പഠിക്കേണ്ടത് മഹാസമുദ്രങ്ങളാണ്. നമ്മൾ മഹാസമുദ്രങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? പഠിക്കും. ഓക്കെ, നമുക്കിനി അടുത്ത് പരീക്ഷയാണ്. പരീക്ഷ. ഓക്കെ, പരീക്ഷ ക്വസ്റ്റ്യൻ ചോദ്യം ഉത്തരം മാത്രം എഴുതിയാൽ മതി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് ഏത് വർഷമാണ്? വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അത് ഏത് വർഷം? രണ്ടാം ചോദ്യം, ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? മൂന്നാം ചോദ്യം, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? അറിയാം. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം അംഗസംഖ്യയുടെ എത്ര ശതമാനമായിരിക്കണം? അഞ്ചാമത്തെ ചോദ്യം, മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസും നിശ്ചയിക്കുന്ന ആരാണ്? ആറാമത്തെ ചോദ്യം, മുഖ്യമന്ത്രിയായ ആദ്യ മുസ്ലിം വനിത ആരാണ്? സംസ്ഥാനയുടെ തന്നെ മുഖ്യമന്ത്രിയായ ആദ്യ മുസ്ലിം വനിത ആരാണ്? അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 3 ദിവസം മാത്രം മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഒൻപതാം ചോദ്യം, 3 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ വ്യക്തി ആരാണ്? അടുത്ത്, മനോഹർ പരീക്കർ 1ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ND തിവാരി മുഖ്യമന്ത്രിയായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? അടുത്ത, ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം. ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം. അടുത്ത, പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 13ാമത്തെ. പഞ്ചായത്ത് രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? 14ാമത്തെ ചോദ്യം, മുഖ്യമന്ത്രിയായ ആദ്യ വനിത ആരാണ്? 15ാമത്തെ ചോദ്യം, കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഭേദഗതി. നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തി മുഖ്യമന്ത്രിയായാൽ അയാൾ അടുത്ത് പാലിക്കേണ്ടത് എന്താണ്? അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി പദവി മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾ പാലിക്കേണ്ടത് എന്താണ്? നിയമസഭയിൽ അംഗമല്ലാത്ത വ്യക്തി മുഖ്യമന്ത്രിയായാൽ അയാൾ അടുത്ത് പാലിക്കേണ്ട നിബന്ധന എന്താണ്? അടുത്ത്, സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വഹിക്കുന്ന പദവി എന്താണ്?
അടുത്ത 12ാം ചോദ്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം എത്ര? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം എത്ര? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? അടുത്ത മുഖ്യമന്ത്രിക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ആരോടാണ്? മുഖ്യമന്ത്രി അല്ല, മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ആരോടാണ്? മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ആരോടാണ്? മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ആരോടാണ്? മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് ആരോടാണ്? ഓക്കെ, എഴുതിയല്ലോ. ശരി, പെട്ടെന്ന് പാസ് ചെയ്തേ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾ പറഞ്ഞേക്കും, എനിക്കറിയാം. ഇവിടെ അതിൽ പറയടാ, വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയ ഭരണ ഭേദഗതി 89-61 ഭേദഗതി. ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ഒരു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പരമാവധി അംഗസംഖ്യ അസംബ്ലിയുടെ മൊത്തം എത്ര ശതമാനമായിരിക്കും? 12%. മുഖ്യമന്ത്രിയുടെ ശമ്പളവും അലവൻസും തീരുമാനിക്കുന്ന ആരാ? സംസ്ഥാന നിയമസഭ. മുഖ്യമന്ത്രിയായ ആദ്യ വനിത ആരാ? മുസ്ലിം വനിത. സയ്യിദ അൻവർ തൈമൂർ. ഏത് സംസ്ഥാനം? അസം. 3 ദിവസം മാത്രം മുഖ്യമന്ത്രിയായ വ്യക്തി ആരാ? എനിക്ക് അറിഞ്ഞൂടാ. അവിടെ തസ്നി പറഞ്ഞ 3 ദിവസം മാത്രം മുഖ്യമന്ത്രി വ്യക്തി ആരാ? ജഗദാംബിക പാൽ. ഏത് സംസ്ഥാനം? ഏത് സംസ്ഥാനം പറഞ്ഞ്? ഉത്തർപ്രദേശ്. ജഗദാംബിക പാൽ ഉത്തർപ്രദേശ്. ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാ? പവൻകുമാർ ചാംലിംഗ്. ഓക്കെ. 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി വ്യക്തി ആരാ? പട്ടംതാണ് പിള്ള. ഓക്കെ. അവിടെ മനോഹർ പരീക്കർ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? പ്രതിരോധം. ഓക്കെ. ND തിവാരി 2 സംസ്ഥാന മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്. ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം 1900. ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം എവിടെ? ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രി 1998-2013. പഞ്ചായത്ത് രാജിന്റെ പിതാവാരാ? ബൽവന്ത് റായ് മേത്ത. മുഖ്യമന്ത്രി ആദ്യ വനിത ആരാ? സുജയ കൃപലാനി. കൂറുമാറ്റ നിരോധന നിയമം നിലവിൽ വന്ന ഭേദഗതി വർഷം? ഇതിനെ 91-2003. 91 ഭേദഗതി 2003. നിയമസഭയിൽ അംഗമല്ലാത്ത ഒരാൾ വ്യക്തി മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? ഇവിടെ 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നിയമസഭ അംഗമാകണം. വേണ്ട, നിയമസഭ അംഗമാകണം. അടുത്ത് സംസ്ഥാന ആസൂത്രണ ബോർഡ്. പോയാ സുദർശന? സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വഹിക്കുന്ന പദവി എന്താണ്? ആസൂത്രണ ബോർഡിന്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി. ഓക്കെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട പ്രായം എത്ര? 21 വയസ്സ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 326. ഓക്കെ. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമുള്ളത് നിയമസഭയോട്. ഓക്കെ. പെട്ടെന്ന് മാർക്കുകളൊക്കെ പറയും പിള്ളേരെ. മാർക്ക് എത്രയാടാ? ഫുള്ളുണ്ട്. ഓക്കെ. ഇവിടെ നിനക്ക് 20. മിടുക്കൻ. അവിടെ ഷമീം 17. ഓക്കെ. ജിതിൻ എത്ര മാർക്ക്? സുബിൻ എത്ര മാർക്ക്? 17. ഷർണിക്ക് എത്ര മാർക്ക്? 19. ഓക്കെ. തസ്നി 15. ഇതിനെത്ര? 12, 15. നിങ്ങൾ പഠിക്കാൻ രണ്ടുപേരും പഠിക്കണം കേട്ടോ. അവിടെ ഷംന 19. അവിടെ അതുല്യ 20. അർച്ചന, അപർണ പടബലം. ഓക്കെ. ശരി, അടുത്ത് ഇവിടെ തസ്നി അല്ല ബിസ്മി 13. ഇവിടെ 15. എന്ത് പഠിക്കാത്ത? പേര് കിട്ടിയില്ല. ഓക്കെ. ശരി, അപ്പം നിങ്ങൾ നിങ്ങളുടെ മാർക്കുകൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ. സുബ്നെ അത് കട്ട് ചെയ്തോ. കഴിഞ്ഞ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങിയ, മുഴുവൻ മാർക്ക് വാങ്ങിയ ആൾക്കാരാണ് വിശ്വനാഥ് ആലപ്പുഴ, സുവർണ വടകര, അശ്വതി കായംകുളം, രഞ്ജിനി തലശ്ശേരി, പൊന്നു പാലക്കാട്, സിമി ദിനേശ് പാലക്കാട്, അക്ഷിത കണ്ണൂർ, സുനിജ പത്തനംതിട്ട, ഷഹാന, ആതിര ഇ, സുനിത അനിൽ ചിറ്റൂർ, ബിനീഷ പാലക്കാട്, ആശ വി വിജയൻ, അതുൽ തൃശ്ശൂർ, സജന മലപ്പുറം, ഹരിഷ്മ പാലോട്, മഞ്ജു സജീവ്, കസ്തൂരി മോഹൻ കൊല്ലം, സ്വപ്ന പ്രമോദ് ഇടുക്കി, രാഗി ട്രിവാൻഡ്രം, അനു കൊല്ലം, ഷിബില മലപ്പുറം, സൂര്യ വീണ ചെറുപ്പുളശ്ശേരി, മിനി ശിവൻ കുമ്പിടി, രേഷ്മ നെന്മാറ, നഹജ എറണാകുളം, ദിവ്യ വയനാട്, അനന്തു
നീയല്ലേ അടുത്ത പുള്ളിക്കോണം, ഇതാണ് എഴുതി ചേർത്തത്. അടുത്ത പുള്ളിക്കോണം വത്സല, സുരേഷ്, ഷിജിത. ശരി, അപ്പോൾ ഇത്രയും പേർക്ക് ഫുൾ മാർക്കുണ്ട്. ഇതാണ് അടുത്ത പുള്ളിക്കോണം, കണ്ണിലൊന്നും വേണ്ട. ഓക്കെ, ക്ലാപ്പ്. ഓക്കെ, ശരി, ഓക്കെ.